നമസ്കാരം. നമ്മുടെ +1 ഫിസിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ പറയുക, ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫിസിക്സിലെ ഏറ്റവും തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് പറഞ്ഞു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. എങ്കിൽ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ആക്ച്വലി ദ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്കറിയാം, എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്ര എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു, ആ എനർജി ഉപയോഗിച്ച് അത് ആവശ്യത്തിന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എനർജി അത് പുറത്തേക്ക് കളയുക. ഒരിക്കലും പുതിയൊരു എനർജി അവിടെ ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന എനർജി തന്നെയാണ് പല എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുക. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബെർണോളിസ് തിയറം. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഇവിടെ കൺസിഡർ ചെയ്യുക ഒരു വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പാണ്. എന്ന് വെച്ചാൽ ഇതാണ് ആ പൈപ്പ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പം ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഇവിടെ കുറച്ചുകൂടി വലുതാണ്. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ഒരു പൈപ്പിനെ, വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പിനെ നമ്മൾ, ഇതാണ് ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരറ്റം, ഈ ഒരു ഇനീഷ്യൽ എൻഡിൻ്റെ അറ്റം H1 ഹൈറ്റിലാണ് ഗ്രൗണ്ടിൽ നിന്ന്. ഇവിടുത്തെ ഹൈറ്റ് H2 ആണ്. എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പിനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരറ്റം H1 ഹൈറ്റും മറ്റൊരറ്റം H2 ഹൈറ്റിലുമായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്കറിയാം, ഏതൊരു ബോഡിയും ഗ്രൗണ്ടിൽ നിന്ന് ഒരു H ഹൈറ്റിലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ മൂലം അതിനൊരു എനർജി ഉണ്ടാവും. ആ എനർജിനെ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ H1 ഹൈറ്റിൽ ആണ് ആദ്യത്തെ എൻഡിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കില്ല H2 ഹൈറ്റിലുള്ള രണ്ടാമത്തെ എൻഡിൽ. അതായത് രണ്ട് എൻഡിലും ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജി ഡ്യൂ ടു ദ പൊസിഷൻ ഫ്രം ദി ഗ്രൗണ്ട് ആണ്. കൂടാതെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ, മൂവ് ചെയ്യണമെങ്കിൽ, മൂവിങ് എനർജി, അത് നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുക. ആ കൈനറ്റിക് എനർജിയും ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് എനർജി ഇതിൽ എഫക്റ്റ് ചെയ്യും, ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക എ ഫ്ലൂയിഡ് മൂവിങ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുകൂടാതെ ആ ഫ്ലൂയിഡിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ദാറ്റ് മീൻസ് ഡെൻസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം, ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവും ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുമാണ്. എന്ന് വെച്ചാൽ ഇവിടെ A1 ഇവിടെ A2 ആണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ കണ്ടിന്യൂറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഈ രണ്ട് എൻഡിലൂടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി V1 ഇവിടുത്തെ വെലോസിറ്റി V2 ആണ്. ഓക്കെ, നമ്മൾ പറയുന്നത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ഇതിനകത്തേക്ക് ഞാൻ ഒരു ഫ്ലൂയിഡിനെ കയറ്റി വിടാൻ പോവാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹൈറ്റിലേക്ക്, അതായത് നമ്മൾ സാധാരണ ചെയ്യുക, വീടിൻ്റെ ഏറ്റവും റൂഫിൽ കൊണ്ടൊരു ടാങ്ക് വയ്ക്കുക. ആ ടാങ്കിലേക്ക് എങ്ങനെയാണ് വെള്ളത്തിനെ എത്തിക്കുക? യൂസിങ് എ മോട്ടർ, ഒരു മോട്ടർ ഉപയോഗിച്ച് ആ വെള്ളത്തിനെ തള്ളി അങ്ങ് കയറ്റുക, അതിനൊരു എനർജി കൊടുക്കുകയാണ്.
ആ മോട്ടർ ചെയ്യുന്ന വർക്ക് എനർജി ആയിട്ട് അതിലേക്ക് കൊടുക്കുകയാണ്. ആ എനർജി ഉപയോഗിച്ച് അപ്പം നമ്മൾ മോട്ടർ ഉപയോഗിച്ച് കൊടുക്കുന്ന ഈ എനർജി ഉപയോഗിച്ച് ഈ വെള്ളം മേളിൽ കയറി ആ ടാങ്കിലിരിക്കുകയാണ്. ആ നമ്മൾ മോട്ടർ ഉപയോഗിച്ച് കൊടുത്ത ഈ വെള്ളത്തിന് മോട്ടർ ഉപയോഗിച്ച് കൊടുത്ത എനർജി, ആ എനർജി അങ്ങനെ തന്നെ ഈ മോളിൽ ടാങ്കിലിരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് പിന്നീട് കൈനറ്റിക് എനർജി ആയിട്ട് എല്ലാ പൈപ്പിലൂടെയും ഈ വെള്ളം ഫ്ലോ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈ എൻഡിലേക്ക് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് കയറ്റി വിടണം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലൂയിഡ് കയറ്റി വിടണമെങ്കിൽ we have to do some work using a motor or എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ വെള്ളത്തിൽ കയറ്റി വിടുക. ഓക്കെ, അപ്പം ഈ കയറ്റി വിടുന്ന എനർജി അല്ലേ, നമ്മളപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് നമ്മളൊരു എനർജി കൊടുക്കുന്നു, അത് ഉപയോഗിച്ച് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് കൂടി ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്ത് കൂടി മൂവ് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? കൈനറ്റിക് എനർജി വേണം. ഓക്കെ, അപ്പോൾ മൂവിങ് എനർജി ആയിട്ടുള്ള കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ കൊടുത്ത എനർജി കുറേ യൂട്ടിലൈസ് ചെയ്യും. അതായത് ഞാൻ ഇവിടെ നിന്ന് ഈ എൻഡിൽ നിന്ന് കൊടുത്ത എനർജി അല്ലെങ്കിൽ വർക്ക്, തള്ളി നിന്ന് കൊടുത്ത വർക്ക്, ഒരു കാര്യം ഇതിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. കൂടാതെ രണ്ടും ഒരു ഹൈറ്റിലാണ് നിൽക്കുക. ഡ്യൂ ടു ദ പൊസിഷൻ അതിലെന്തും വേണം? പൊട്ടൻഷ്യൽ എനർജിയും വേണം. അപ്പം എന്താണ് ബെർണോളിസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ കൊടുത്ത ഈ മോട്ടോർ ഉപയോഗിച്ച് ഈ വെള്ളത്തിന് തള്ളിക്കയറ്റിയ അതിനൊരു എനർജി കൊടുത്തു. ആ എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ. ദാറ്റ് മീൻസ് ടു ദ കൈനറ്റിക് എനർജി ആയിട്ടും കൂടാതെ ഇതിൻ്റെ പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും. ആ ബാക്കിയുള്ള എനർജി, അതായത് ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇതിനകത്തുകൂടി ഉപയോഗിച്ച് ബാക്കിയുള്ള എനർജി ആയിരിക്കും ഈ റൈറ്റ് എൻഡിൽ വരുമ്പോൾ ഉണ്ടാവുക. ഉറപ്പല്ലേ? കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന എനർജി, നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് ഈ വെള്ളത്തിനകത്തേക്ക് കൊടുത്ത എനർജി, ആ വെള്ളത്തിന് അല്ലെങ്കിൽ ഫ്ലൂയിഡിന് കിട്ടിയ എനർജി, അത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഹൈറ്റ് മൂലം അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ആവശ്യമുണ്ട്, ആ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഉപയോഗിച്ചു. ഇതിനകത്തൊരു മൂവ് ചെയ്യാനായിട്ടുള്ള കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, ബാക്കി എനർജി ബാക്കി എനർജി അതിനകത്തുണ്ടാവും. അത് ഈ റൈറ്റ് എൻഡിലൂടെ പുറത്തേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു DT സെക്കൻഡ് സമയം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയ വെള്ളം ഒരു DT സെക്കൻഡ് സമയം കൊണ്ട് ഈ D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇറങ്ങിയ വെള്ളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പഠിച്ചു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഉണ്ടാവും, എന്ന് വെച്ചാൽ കൂടുതൽ വേഗത്തിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായതുകൊണ്ട് വളരെ സ്ലോയിലായിരിക്കും വെള്ളം പുറത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് ഉണ്ടാകുന്ന സിലിണ്ടറിൻ്റെ ലെങ്ത് കുറവായിരിക്കും. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് ഡെൽറ്റ വി വോളിയം ഓഫ് വാട്ടർ എൻറ്ററിങ് ദ ലിക്വിഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, അത് തന്നെയായിരിക്കും ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് ഈ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ ഇറങ്ങി വരുന്നത്. ഈ വോളിയം രണ്ടിൻ്റെയും സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇവിടെ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് V1 വെലോസിറ്റിയിൽ ഇവിടെ ഉണ്ടാക്കുന്ന വോളിയം അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സിലിണ്ടറിക്കൽ വോളിയം ആയിരിക്കും. അതായത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന സിലിണ്ടറാണ്, സിലിണ്ടറിൻ്റെ ലിക്വിഡ് കോളമാണ് ആക്ച്വലി ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് A1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഉണ്ടാവുക. ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ സെയിം ടൈം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എത്രയായിരിക്കും? കുറച്ച് കുറവായിരിക്കും, കാരണം വെലോസിറ്റി കുറവായിരിക്കും, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഷെയ്ഡഡ് സിലിണ്ടറിൻ്റെ ഏരിയ വോളിയവും ഈ ഷെയ്ഡഡ് സിലിണ്ടറിൻ്റെ വോളിയവും സെയിം ആയിരിക്കും. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്,
ഡെൽറ്റ ടി സെക്കൻഡ് സമയമാണെങ്കിൽ ദിസ് ലെങ്ത് ഓഫ് ദിസ് ലിക്വിഡ് കോളം അല്ലേ, ഇതെന്ന് പറയുന്നത് V1 ഡെൽറ്റ ടി. ഇവിടുത്തെ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് V2 ഡെൽറ്റ ടി. എത്ര ഉള്ളൂ? ഓക്കെ, നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര വർക്ക് കൊടുത്തു, റൈറ്റ് സൈഡിൽ എത്ര വർക്ക് അവസാനം അതിനകത്ത് ഉണ്ടായി, ഈ രണ്ട് വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഞാൻ കൊടുത്ത വർക്ക് അതിനുശേഷം ഈ വർക്ക് ഉപയോഗിച്ചത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കി ഇവിടെ വരുമ്പോൾ എത്ര എനർജി ഉണ്ടായി. അപ്പം എനിക്ക് ഈ വെള്ളം കയറിയ എനർജിയും അവസാനം കുറേ വർക്കൊക്കെ കഴിഞ്ഞ് അവസാനം വെള്ളം ഇറങ്ങിപ്പോകുന്ന എനർജിയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈപ്പിനകത്ത് ഈ വെള്ളം അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് എത്ര എനർജി കൈനറ്റിക് എനർജി ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും കൊടുക്കുന്നു കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അതിനു വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുന്ന മോട്ടോർ ഉപയോഗിച്ച് കൊടുക്കുന്ന വർക്ക് അത് കണ്ടുപിടിക്കും. അവസാനം ഇതിന് ഇറങ്ങി പോരുന്ന വർക്ക്, അതായത് പോരുമ്പോഴുള്ള എനർജിയും കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന എനർജി, ഇവിടെ നിന്ന് പോരുന്ന എനർജി, ഇവിടെ നിന്ന് കയറുന്ന എനർജി ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ഇതിനകത്തൂടി അത് ഉപയോഗിക്കും. ബാക്കിയുള്ള എനർജി ഇറങ്ങുമ്പോൾ ഉണ്ടാവും. അപ്പോൾ കയറുമ്പോഴുള്ള എനർജിയും ഇറങ്ങുമ്പോഴുള്ള എനർജിയും കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്ന ആ എനർജി ആയിരിക്കും ഇതിനകത്ത് എന്ത് ഉപയോഗിച്ചത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിച്ചത്. അക്കോർഡിംഗ് ടു എനർജി കൺസർവേഷൻ ഇത് ഈക്വൽ ആയിരിക്കും. ഇത് ഇക്വേറ്റ് ചെയ്യലാണ് ശരിക്കും ബെർണോളിസ് തിയറം. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്തേക്ക് കൊടുത്ത ഒരു മോട്ടോർ ഉപയോഗിച്ച് കയറ്റുകയാണ്. ആ കയറ്റുന്ന ആവശ്യമായ വർക്ക് എനർജി ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. അതാണ് നമ്മൾ പറയുക, വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഓൺ ദ ഫ്ലൂയിഡ്. അതായത് പമ്പ് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് കയറാൻ കൊടുത്ത വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. അപ്പം അത് എത്രയായിരിക്കും? ആ ഓൺ ദ ഫ്ലൂയിഡിലേക്ക് ചെയ്ത എനർജി എന്ന് പറയുന്നത് അതും BC എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡഡ് സിലിണ്ടറിനെയാണ് നമ്മൾ BC എന്ന് പറയുന്നത്. B തുടങ്ങി C വരെ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് എത്ര എനർജി, എത്ര ഫോഴ്സ്, എത്ര വർക്ക് ചെയ്തു എന്നുള്ള വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ടുള്ള വർക്ക് ഡൺ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് BC. BC എന്ന് പറയുന്ന ആ വോളിയത്തിലേക്ക് എത്ര എൻ്റർ ചെയ്തു എനർജി, ദാറ്റ് ഈസ് അത് നമുക്കറിയാം W1 = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ എൻഡിലേക്ക്, അതായത് നമ്മൾ കയറ്റി വിടുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? W1 = F1 S1 ആണ്. വാട്ട് ഈസ് F1? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് W1? F1 S1. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പ്രഷർ ഈക്വൽ ടു വാട്ട്? ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫോഴ്സ്? പ്രഷർ ഇൻറ്റു ഏരിയ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഫോഴ്സ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ദെൻ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ F1 പകരം ഇവിടുത്തെ പ്രഷർ P1 ആണ്. കാരണം വ്യത്യാസം ഉണ്ടാവും. ഇവിടുത്തെ പ്രഷർ ഇവിടുത്തെ പ്രഷറും, കാരണം ഇവിടെയുള്ള ഫോഴ്സ് ആയിരിക്കില്ല ഇവിടുത്തെ ഫോഴ്സ്, അതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ ആയിരിക്കില്ല ഇവിടുത്തെ പ്രഷർ. അപ്പോൾ ഇവിടെ F1 പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? P1 ഇൻറ്റു ഇവിടുത്തെ ഏരിയക്ക് പകരം ഞാൻ ഇവിടുത്തെ ഏരിയ A1. S1 എന്ന് പറയുന്നത് ആക്ച്വലി ഈ സിലിണ്ടറിന്റെ ലെങ്ത് ആണ്, ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. അത് എത്രയാ? V1 × ΔT. ദാറ്റ് ഈസ് V1 × ΔT. ഓക്കെ, നമുക്കറിയാം ഈ ഒരു കേസിൽ A1 ഇൻറ്റു ദിസ് ഈസ് ദ, ഇത് ഏരിയയും ഇത് ലെങ്ത് ഓഫ് ദ സിലിണ്ടറുമാണ്. അതായത് A1 എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും V1 × ΔT എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഡിസ്റ്റൻസും ആണ്. അപ്പം നമ്മൾക്കറിയാം ഒരു സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ വോളിയം എത്രയായിരിക്കും? ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഇൻറ്റു ഇതിന്റെ ലെങ്ത്. ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ലെങ്ത് എത്രയാണ്?
V1 ഇൻറ്റു ഡെൽറ്റ ടി, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് V1 ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എനിക്ക് A1 V1 ഡെൽറ്റ ടിക്ക് പകരം വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് P1 ഇൻറ്റു ഞാൻ എന്ത് കൊടുത്തു, A1 V1 ഡെൽറ്റ ടിക്ക് പകരം ഡെൽറ്റ വി എന്നുള്ള വോളിയം കൊടുത്തു. അപ്പം നമുക്കിപ്പോൾ P1 ഇൻറ്റു ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു വോളിയം. ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ദ പ്രഷർ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു പൈപ്പിൻ്റെ വാതിക്കൽ എൻട്രൻസിലേക്ക് ഒരു വെള്ളത്തിനെ തള്ളിക്കയറ്റുമ്പോൾ ആ വെള്ളത്തിനുള്ള എനർജിയാണ് ആക്ച്വലി വർക്കാണ്. വർക്ക് ആക്ച്വലി എനർജി തന്നെയാണ്. ആ വർക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. W = P1 ഇൻറ്റു ഡെൽറ്റ വി. ഞങ്ങൾ ഡെൽറ്റ വി എന്ന് എടുക്കാൻ കാരണം നമ്മൾക്ക് ഇവിടുത്തെ വോളിയവും ഈ സിലിണ്ടറിൻ്റെ വോളിയവും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വോളിയം ഡെൽറ്റ വി ആണെങ്കിൽ ഇവിടുത്തെ വോളിയവും ഡെൽറ്റ വി തന്നെയായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ കണ്ടുപിടിച്ച വർക്ക് ഓൺ ദ ഫ്ലൂയിഡ് എന്താണ്, ഞാൻ ഒരു മോട്ടർ ഉപയോഗിച്ച് വെള്ളം ആ പൈപ്പിലേക്ക് കയറ്റി വിട്ട എനർജി. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്, P1 ഇൻറ്റു ഡെൽറ്റ വി. പ്രഷർ ഇൻറ്റു വോളിയത്തിന് നമ്മൾ പ്രഷർ എനർജി. അപ്പോൾ ആക്ച്വലി ഇത് എനർജി തന്നെയാണ്, ഇത് കയറുമ്പോഴുള്ള എനർജിയാണ്. ഇനി ഇറങ്ങുമ്പോഴുള്ള എനർജി കണ്ടുപിടിക്കാമല്ലോ. അതിന് നമ്മൾ പറയുക വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ്. അവസാനം വർക്ക് ഡൺ, ഈ ഇറങ്ങി വരുന്ന അല്ലേ ഫ്ലൂയിഡ്, അതിൻ്റെ അവസാനത്തെ വർക്ക് വെച്ചിട്ടാണ് ഇറങ്ങി വരിക. അപ്പോൾ ബാക്കി വർക്ക് ഡൺ by the fluid, work done by the fluid, that is W2 equal to what, F2 into S2 അല്ലേ. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും, ഇവിടുത്തെ ഫോഴ്സ് F2 എന്ന് കൊടുത്ത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഈ D തുടങ്ങി ഇവരുടെ ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഫോഴ്സിന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, P2 A2. കറക്റ്റ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷറിന്റെ ഏരിയ ആണ്. ഇവിടുത്തെ പ്രഷർ P2 ആണ്, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. അപ്പോൾ P2 A2. വാട്ട് ഈസ് S2? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അവിടുത്തെ വെലോസിറ്റി V2 ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് V2 ഇൻറ്റു ഡെൽറ്റ ടി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇൻറ്റു ദിസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നേരത്തെ മേളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ഇൻറ്റു ഇവിടുത്തെ ഈ സിലിണ്ടറിന്റെ ലെങ്ത് V2 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, ദാറ്റ് ഈസ് ദ വോളിയം. അതായത് ഈ സിലിണ്ടറിന്റെ വോളിയം അത് എന്ത് തന്നെയായിരിക്കും, P2 ഡെൽറ്റ വി, ദാറ്റ് ഈസ് W2 is equal to P2 ഡെൽറ്റ വി. അതായത് A2 V2 ഡെൽറ്റ ടിക്ക് പകരം നമ്മൾ ഡെൽറ്റ വി എന്ന് കൊടുത്തു. അപ്പൊ ഇവിടുത്തെ വോളിയവും ഡെൽറ്റ വി, ഇവിടുത്തെ വോളിയവും ഡെൽറ്റ വി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നെറ്റ് വർക്ക് ഡൺ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, നെറ്റ് വർക്ക് ഡൺ. അതായത് ഈ എൻ്റർ ചെയ്തപ്പോഴുള്ള വർക്ക് P1 ഡെൽറ്റ വി, അവസാനം അത് കുറേ എനർജി പ്രഷർ മീൻസ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിച്ച ശേഷം ഇറങ്ങി പോയപ്പോഴുള്ള എനർജി W2. അത് എത്രയാണ്, P2 ഡെൽറ്റ വി. അപ്പോൾ കയറുമ്പോഴുള്ള എനർജി W1, ഇറങ്ങുമ്പോഴുള്ള എനർജി W2. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഇതിൻ്റെ ഈ ഡിഫറൻസ് ഓഫ് എനർജി കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയേക്കുന്ന നഷ്ടപ്പെട്ടേക്കുന്ന എനർജി ഈ W1 മൈനസ് W2 ആയിരിക്കില്ലേ. ആൻഡ് ദാറ്റ് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ ദാറ്റ് ഈസ് W2 മൈനസ് W1. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഏറ്റവും വലുത് വരുന്നത് W1 ആയിരിക്കും, ഏറ്റവും ചെറുത് വരുന്നത് W2 ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ എനർജി കയറുമ്പോഴാണ്, ഇറങ്ങുമ്പോൾ കുറച്ച് എനർജിയാണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ W1 മൈനസ് W2. ഓക്കെ, വാട്ട് ഈസ് W1? ദാറ്റ് ഈസ് P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. എന്തുകൊണ്ടാണ് ഇവിടെയും ഡെൽറ്റ വി ഇവിടെയും ഡെൽറ്റ വി? ഈ വോളിയം സെയിം ആണ്. ഈ വോളിയം ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ടുണ്ടായ വോളിയം, അത് സെയിം വോളിയം തന്നെ ഡെൽറ്റ ടി സമയം കൊണ്ട് ഈ സെഷനിൽ നിന്നുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് P1, ഇത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെൽറ്റ W നെറ്റ് വർക്ക് ഡൺ ഓർ ചേഞ്ച് ഇൻ വർക്ക് ഡൺ. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ലിക്വിഡിൻ്റെ എൻ്റർ ചെയ്തെടുത്തുള്ള എനർജിയും ഇറങ്ങി വന്നപ്പോൾ എനർജിയും തമ്മിലുള്ള വ്യത്യാസം കിട്ടി. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഈ ട്യൂബിന് ഈ പൈപ്പിനകത്ത് ആ ഫ്ലൂയിഡ് ഉപയോഗിച്ച എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞു
ഇതിന് കയറുമ്പോൾ എനർജിയും ഇറങ്ങുമ്പോൾ എനർജിയും ആ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള എനർജി അത് എന്തിനു ഉപയോഗിച്ചിട്ടുണ്ട്? ഈ ടു ദ പൊസിഷൻ, അതായത് പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ചെയ്യും. ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും, ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്യൂബിനകത്തുള്ള കൈനറ്റിക് എനർജി കിട്ടും. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്യൂബിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ദിസ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ കെ ഇ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എന്തുകൊണ്ടാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് എടുക്കുക? നമുക്ക് ഈ ട്യൂബിനകത്തുള്ള കൈനറ്റിക് എനർജി മതി. കാരണം നമ്മളിവിടെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ ട്യൂബിനകത്ത് ഈ ലിക്വിഡ് ഉപയോഗിച്ചിരിക്കുന്ന എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ കെ ആൻഡ് ഡെൽറ്റ പി ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ കെ അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വാട്ട് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? നമുക്കറിയാം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ എന്ന് ഞാൻ എടുത്തു. ഡെൽറ്റ കെ ഇ എന്നോ ഡെൽറ്റ കെ ഇ എന്നോ എടുക്കാം. ഓക്കെ, ഞാൻ ഡെൽറ്റ കെ ഇ എന്നും എടുക്കാം. ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി? ഹാഫ് എം ബി സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ കയറുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര? ലിക്വിഡില്ല v1, ഇവിടുത്തെ എത്രയാ? v2. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എനർജി? ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. കറക്റ്റ് അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. ഓക്കെ, ഹാഫ് എം കോമൺ ആയിട്ട് എടുത്തു, ഹാഫ് എം കോമൺ ആയിട്ട് എടുത്തു, ബാക്കി v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് മാസ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇവിടുത്തെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തത് എന്താ? ഡെൽറ്റ വി വോളിയമാണ്. അപ്പോൾ ഡെൽറ്റ വി ഇൻറ്റു ഡെൻസിറ്റി കോമൺ ആയിട്ട് ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മാസിന് പകരം ഡെൽറ്റ വി ഇൻറ്റു റോ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എഴുതി. ഇത് ഞാൻ ഇക്വേഷൻ അല്ലേ അല്ല, ഇത് നമുക്ക് ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തെന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. What is change in potential energy? What is the expression for the potential energy? mgh. Okay, അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് h1 ഉം ഇവിടുത്തെ ഹൈറ്റ് h2. So what is the difference of potential energy? ഇവിടുത്തെ potential energy mgh2, ഇവിടുത്തെ mgh1. So mgh2 minus mgh1. Clear? That is mg into h2 minus h1. Clear? What is v? What is mass? m ന് പകരം ഡെൽറ്റ v ഇൻറ്റു റോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡെൽറ്റ v റോ g h2 minus h1. This is equation 3. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കയറിയ വർക്ക് ഡൺ W1, ഇറങ്ങിയ വർക്ക് ഡൺ W2. അപ്പോൾ ഡിഫറൻസ് അതിനകത്ത് ആ ട്യൂബിനകത്ത് ഉപയോഗിച്ച നെറ്റ് വർക്ക് ഡൺ ആണ് ഡിഫറൻസ് ഓഫ് എനർജി. അതായത് ഇതിനകത്തേക്ക് കയറിയപ്പോൾ വെള്ളത്തിൻ്റെ എനർജി, ഇതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ എനർജി. സോ ഡിഫറൻസ് ഓഫ് എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ അടുത്ത കേസ് നമ്മൾ ചെയ്യുക, ഈ വർക്ക് ഡണ്ണും ഇതും അക്കോർഡിംഗ് ടു അല്ലേ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ 1 അനുസരിച്ച് എന്താണ്? ഇക്വേഷൻ 1 അനുസരിച്ച് അല്ലേ, ഇക്വേഷൻ 1 അനുസരിച്ച് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈക്വേറ്റ് ചെയ്യുന്നു, അതായത് ഇതൊന്ന് വായിക്കണം. ഈക്വേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു അല്ലേ, വാട്ട് ഈസ് ഡെൽറ്റ ഡബ്ല്യു? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി, അതല്ലേ ഡെൽറ്റ ഡബ്ല്യു. ഇനി ഡെൽറ്റ കെ കണ്ടുപിടിച്ച് വെച്ചു. ഹാഫ് ഡെൽറ്റ വി റോ ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഓക്കെ, പ്ലസ് ഈ പ്ലസ് ഡെൽറ്റ പി എന്താണ്? ഡെൽറ്റ വി റോ ജി h2 മൈനസ് h1. ഓക്കെ ഓക്കെ, ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? P1 മൈനസ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഡെൽറ്റ വി ഉണ്ട്, ഇവിടെ ഡെൽറ്റ വി ഉണ്ട്, ഇവിടെ ഡെൽറ്റ വി ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഡെൽറ്റ വി കട്ട് ചെയ്ത് കളയാലോ. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? അപ്പോൾ ഡിവൈഡിങ് ബൈ ഡെൽറ്റ വി. അപ്പം നമ്മളുടെ എനർജിയിലെ എല്ലാത്തിൻ്റെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള എനർജി മുഴുവൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം ഇത് പ്രഷർ എനർജി എന്ന് പറഞ്ഞു. അതായത് പ്രഷർ ഇൻറ്റു വോളിയം ആക്ച്വലി എനർജി തന്നെ, പ്രഷർ അല്ല. അപ്പോൾ ദിസ് ഈസ് ദ പ്രഷർ എനർജി. അതിനെ ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഡെൽറ്റ വി വെച്ച് മൊത്തം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടത്തെ ചെയ്യുമ്പോൾ ബാക്കി P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് അല്ലേ. പിന്നെ നമുക്ക് അവിടെ കട്ട് ചെയ്ത് പോകുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ. ഹാഫ് റോ P1 സ്ക്വയർ അല്ലേ. അവിടെ വരുന്നത് എന്തൊക്കെയാണ്? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഫ് എന്താണ് റോ. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് വരും? ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ. ഇവിടെ പ്ലസ് എന്താണ്? ഇവിടെ നമുക്ക് റോ ജി H2 മൈനസ് റോ ജി H2 ആണ്. ഞാൻ ഈ റോ ജി H2 ഡെൽറ്റ വി പോയി കഴിഞ്ഞാൽ റോ ജി എച്ച് ആ റോ ജി ആണ്. ആ റോ ജിയോട് H2നെയും H1നെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റോ ജി H2 മൈനസ് റോ ജി H1. ഓക്കെ, അപ്പോൾ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു. ഇനി ഞാൻ അടുത്ത കേസിൽ 1ന്റെ ടേമില്ല ലെഫ്റ്റ് സൈഡിൽ, 2ന്റെ ടേമില്ല റൈറ്റ് സൈഡിൽ. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇക്വേഷനിൽ 1ന്റെ ടേം ഉണ്ട്, 2ന്റെ ടേം ഉണ്ട്. അതെല്ലാം ഒന്ന് ലെഫ്റ്റ് സൈഡിൽ, അതായത് P1 എല്ലാം ഒരു സൈഡിൽ. അപ്പോൾ P1 പ്ലസ് അല്ലേ, ഈ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുത്തു, ഈ മൈനസ് P2 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു, മൈനസ് റോ ജി H1 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ ഈ നെഗറ്റീവ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1. ഓക്കെ, റോ ജി H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2. ഓക്കെ, സോ P1 പ്ലസ് ഹാഫ് റോ V1, അതായത് ഇതിനർത്ഥം ഇനീഷ്യൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു ഫൈനൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. എന്ന് വെച്ചാൽ ഈ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയവും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി H ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആൻഡ് ദിസ് ഈസ് ദ ബെർണോളിസ് തിയറം. അപ്പോൾ എന്താണ് ബെർണോളിസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് an incompressible fluid through a pipe, sum of the pressure energy per unit volume, potential kinetic energy per unit volume, pressure potential energy per unit volume is constant. Okay, and this is the derivation of Bernoulli's theorem. It's very important. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പറയുന്നതായിരിക്കും. താങ്ക് യു.